ഈ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കിയതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ടി പി അഷ്റഫ് അലി MLA പറയുന്നു. അപാകതകൾ ചൂണ്ടിക്കാണിച്ചു എന്നാണ് MVD ഉദ്യോഗസ്ഥർ നൽകിയ പ്രാഥമിക വിശദീകരണം. ഫിറ്റ്നസ് വിഷയത്തിൽ കേരളത്തിലെ നിയമം മാത്രമല്ല കേന്ദ്ര നിയമം കൂടി ബാധകമാണ്. പൗരന്മാർക്ക് സംതൃപ്തമായ രീതിയിൽ സേവനം നൽകുന്ന ഓഫീസുകളായി സർക്കാർ ഓഫീസുകൾ മാറണമെന്നും MLA പറഞ്ഞു. ആ പ്രതികരണം കേൾക്കാം. എവിടെയാണ് ഇതിൻ്റെ വീഴ്ച വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് ശക്തമായിട്ടും ആവശ്യപ്പെടാനുള്ളത്. ഒരാൾക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. RTOയുമായി ബന്ധപ്പെടുമ്പോൾ അവർ ബ്രേക്കിന് വന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ ഒരല്പം എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യണമെന്നും എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള അപാകതകളെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു പൗരനും സർക്കാർ ഓഫീസുകളിൽ സുഗമമായും സുതാര്യമായും സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പൗരന്മാരുടെ അവകാശങ്ങൾക്ക് നിഷേധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കർശനമായ നടപടി ഉണ്ടാകണം. ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ഫിറ്റിങ്സുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ വാഹന നിയമം മാത്രമല്ല കേന്ദ്ര വാഹന നിയമം കൂടി ഇതിനോട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് നേരത്തെ തന്നെ ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിഷയങ്ങളിൽ നമ്മൾക്കൊക്കെ ലഭ്യമായിട്ടുള്ള വിവരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ അതിൽ പെടുന്നതാണോ അതല്ല ഇവിടെ തന്നെ തീർക്കാൻ പറ്റാവുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന ആവശ്യമാണ്. കൊണ്ടോട്ടി MVD ഓഫീസിന് മുന്നിൽ നിന്ന് ശരത് SS ആണ് ചേരുന്നത്. ശരത്ത്, ആ മനുഷ്യൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് നമ്മളിപ്പോൾ വിശദീകരിച്ച ഈ ഓരോ ഘട്ടം ആ മനുഷ്യൻ നേരിട്ട അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. പെയിന്റിൽ ഡോട്ട് വന്നു, ഒരു കമ്പി മുന്നിലേക്ക് നിന്നു, അത് മുറിച്ചു മാറ്റണം. നമുക്കറിയാമല്ലോ ഈ പെയിന്റിലെ ഡോട്ടും കമ്പിയുമൊക്കെ വെച്ച് ഈ നാട്ടിൽ എത്ര വാഹനങ്ങൾ ഓടുന്നുണ്ടെന്ന്. ഈ നിയമത്തെ എല്ലാം അട്ടിമറിച്ച് പദവിയും പണവും ഉണ്ടെങ്കിൽ, പ്രതാപിയാണെങ്കിൽ ഈ നാട്ടിൽ എന്തും ചെയ്യുന്ന എത്ര പേരെ നമുക്കറിയാം. ഈ പറയുന്ന MVD സംവിധാനങ്ങളൊക്കെ അവർക്ക് മുന്നിൽ മുട്ടുമടക്കി ഓച്ചാനിച്ച് നിൽക്കുന്നതൊക്കെ എത്ര കണ്ടിട്ടുണ്ട് അല്ലേ ശരത്ത് നമ്മള്. പക്ഷെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ, ഒരു സാധാരണക്കാരന്റെ ജീവിതം കളഞ്ഞില്ലേ? റോഷ്നി, തീർച്ചയായും ഞാനിതാ കൊണ്ടോട്ടി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ മുൻപിനാണുള്ളത്. ഇവിടെയാണ്, അതായത് ഷൗക്കത്ത് പലതവണ ഈ 10 മാസം കയറി ഇറങ്ങി എന്ന് പറയുന്ന ഓഫീസാണിത്. വാഹനത്തിൻ്റെ ഫിറ്റ്നസ്സിനായി പലതവണ ഷൗക്കത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ നവംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഫീസ് അടയ്ക്കുന്നത് ഷൗക്കത്ത്. പിന്നീട് ഫിറ്റ്നസ് പരിശോധന നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള അപാകതകൾ ഉണ്ടെന്നുള്ള കാര്യം MVD ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതായത് വാഹനത്തിൻ്റെ സീറ്റിന് സമീപത്തുള്ള ഗ്രില്ലാണ് പ്രധാനമായും ഇതിലൊരു എക്സ്ട്രാ ഫിറ്റിംഗ്സായി അല്ലെങ്കിൽ മോഡിഫിക്കേഷനായി ചൂണ്ടിക്കാണിച്ചത്. അത് മാറ്റണമെന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം, നേരത്തെ പലതവണ 2 തവണ നേരത്തെയും ഈ ഫിറ്റ്നസ് പരിശോധന നടത്തിയതാണ്. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ഇതൊരു പ്രശ്നമായിരുന്നില്ല. ആ ഘട്ടങ്ങളിൽ ഏജന്റുമാർ വഴിയായിരുന്നു ഷൗക്കത്ത് ഇത്തരത്തിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്കായി വാഹനം കൊണ്ടുപോയത്. അന്ന് അതൊരു പ്രശ്നമായിരുന്നില്ല. പിന്നീട് ഇതെങ്ങനെ ഒരു പ്രശ്നമായി മാറി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഓഫീസ് നിലവിൽ ഇന്നിപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ ഓഫീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല, അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും വീണ്ടും ഇപ്പോൾ ഓഫീസ് തുറന്നിട്ടുണ്ട്. അവർ പറയുന്നു, അവരുടെ ഒരു വിശദീകരണം എങ്ങനെയാണ്, നിലവിൽ ഈ കൊണ്ടോട്ടിയിലെ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല, ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ്. പലപ്പോഴും ഇത്തരം വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കും മറ്റ് സമീപത്തുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന്, അതായത് സമീപത്തുള്ള RTO ഓഫീസുകളിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ എത്താറുള്ളത്. അങ്ങനെ ആ സ്കോഡുകൾ ആയിരിക്കാം പരിശോധന നടത്തി. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ഷൗക്കത്തിൻ്റെ ഓട്ടോ പരിശോധിച്ചത് എന്നടക്കമുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് കണ്ടെത്തേണ്ടതുണ്ട്. പരിശോധിച്ചതിൻ്റെ ഡീറ്റെയിൽസ് നിലവിൽ ഇപ്പോൾ അവർ നോക്കുന്നുണ്ട്. അത് കിട്ടിയാൽ ഒരുപക്ഷെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യും. നിലവിൽ എന്തായാലും ഈ നടപടികൾ എന്ന് പറയുന്നത് അതിവേഗത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഈ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ അത്ര സമയമൊന്നും വേണ്ട എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് എത്രയും വേഗം നടപടികൾ ഉണ്ടാവട്ടെ. ഈ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കിയതിൽ റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി. ട്രാൻസ്പോർട്ട് കമ്മീഷണറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ വിഷയം ഇന്ന് കേരളം അത്രയേറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം വിശദീകരിക്കേണ്ടി വന്നത്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, 2023 ഇതുപോലെ മലപ്പുറത്തൊരു ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. റസാഖ് എന്ന് പറയുന്ന ഒരാളുടെ. അന്ന് അയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, വീടിന് തൊട്ടടുത്ത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് ഫാക്ടറിക്കെതിരെ പഞ്ചായത്തിന് പരാതി നൽകിയിട്ട് ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാവാതെ ജീവനൊടുക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് മലപ്പുറത്തുകാരൻ റസാഖ്. ഇത് വീണ്ടും ഒരു ഷൗക്കത്ത്. ഓർക്കണം, കേരളം വീണ്ടും ചോദ്യം ചെയ്യണം.